റിയാലിറ്റി ഷോയിൽ കൂടെ പ്രശസ്തനായ വടകരക്കാരൻ മുഹമ്മദ് ഡിലൈറ്റ് ബെസ്ലിയെ ക്രൈംബ്രാഞ്ച് തിരുവനന്തപുരം എയർപോർട്ടിൽ വെച്ച് അറസ്റ്റ് ചെയ്തു. 30 വയസ്സുള്ള ബെസ്ലിയെ കേരളത്തിലെ ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരികൾക്കൊക്കെ അറിയാം. റിയാലിറ്റി ഷോയിലെ പ്രശസ്തനാണ്. മോഹൻലാലിൻ്റെ റിയാലിറ്റി ഷോ എല്ലാവരും നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ആ കൂടെയാണ് വടകരയിലെ ഈ ബെസ്ലി എന്ന ആൾ പ്രശസ്തനായത്. അയാളെ ഇന്നലെ തിരുവനന്തപുരം എയർപോർട്ടിൽ വെച്ച് ക്രൈംബ്രാഞ്ച് DYSP ബെന്നി അറസ്റ്റ് ചെയ്തു. 114 കോടി രൂപയുടെ തട്ടിപ്പാണ് അയാൾ നടത്തിയിരിക്കുന്നത്. ഇതുവരെയുള്ള അന്വേഷണത്തിൽ അത്രയും കോടി രൂപയുടെ തട്ടിപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ തട്ടിപ്പ് നടത്തുന്നത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. പല സ്കൂൾ കോളേജ് കുട്ടികൾക്കൊന്നും വലിയ പണമൊന്നും കയ്യിലില്ല. എല്ലാ ദിവസവും ചായ കുടിക്കണം, അല്ലെങ്കിൽ ജ്യൂസ് കുടിക്കണം. അതിന് സ്വല്പം പൈസ വേണം, വീട്ടിൽ നിന്ന് അത് കിട്ടില്ല. അപ്പോൾ ഈ തട്ടിപ്പ് സംഘം അങ്ങനെയുള്ള കുട്ടികളെ, കോളേജ് കുട്ടികളെ അല്ലെ സ്കൂൾ കുട്ടികളുടെ പേരിൽ ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ പറയും. നിനക്ക് ഞാൻ മാസം 2000 രൂപ തരാം. കുട്ടി ആകെ സന്തോഷത്തിലാവും. ഒരു അക്കൗണ്ട് തുടങ്ങുന്നതിന് ഉണ്ടാക്കി കൊടുത്ത് ആ അക്കൗണ്ട് വാടക ഇനത്തിൽ ഇങ്ങ് തന്നാൽ മതി, മാസം 2000 രൂപ നിൻ്റെ അക്കൗണ്ടിൽ ഇട്ട് തരാം, നീ എടുത്തോളൂ. ഇതാണ് തട്ടിപ്പിൻ്റെ പ്രാഥമിക രംഗം. ആരും വീണുപോകും. ജോലിയില്ലാതെ നടക്കുന്നവരെല്ലാം അവരുടെ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടാവും, 5 പൈസ ബാങ്കിലില്ല. അതിനകത്ത് 2000 രൂപ വെച്ച് വാടകയ്ക്ക് അത് കൊടുത്തോളൂ, മാസം അങ്ങ് ഇടാം. 2000, 3000, 4000, ചിലപ്പോൾ 5000 രൂപ ഇട്ട് കൊടുക്കും. വലിയ സന്തോഷം. രഹസ്യമായി ആരും അറിയാതെ സ്വന്തമായി നമുക്കിത് കൈകാര്യം ചെയ്യാം. അങ്ങനെയുള്ള ഏകദേശം 14,000 അക്കൗണ്ട് ഇന്ത്യയിലുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. അതിൻ്റെ എല്ലാ ഹെഡ് ഈ യൂട്യൂബർ ആയ ബെസ്ലി തന്നെ. ഇയാൾ വീഡിയോ പ്രൊമോഷന് വേണ്ടി ആൾക്കാരെ സംഘടിപ്പിക്കും. പൈസ ഇട്ട് കൊടുത്ത് നിങ്ങൾക്ക് ഇത്ര രൂപ വെച്ച് തരാം. സ്കൂൾ കോളേജിലെ ചെറുപ്പക്കാരായ കുട്ടികൾ ഇതിൻ്റെ അകത്ത് വീഴും. അങ്ങനെ തട്ടിച്ചെടുത്ത പൈസ മുഴുവൻ ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് അവർ കടത്തി. അത് ചൈനയിലും കംബോഡിയയിലുമൊക്കെ അക്കൗണ്ടുണ്ട്. ആ അക്കൗണ്ടിലേക്ക് ഈ പണമെല്ലാം കൂടെ പോയി ക്രിപ്റ്റോ കറൻസി മുഖേന പണം ട്രാൻസ്ഫർ ചെയ്തു. അതിനുശേഷം ചൈനയിലും കംബോഡിയയിലും അക്കൗണ്ടിലേക്ക് സുരക്ഷിതമായിട്ട് ചെന്നു. ഇയാളെ വിദേശത്തുനിന്ന് വന്നപ്പം ആണ് ട്രിവാൻഡ്രം എയർപോർട്ടിൽ വെച്ച് ഇയാളെ DYSP ബെന്നി അറസ്റ്റ് ചെയ്തത്. ഇയാൾക്കെതിരായിട്ട് തുടക്കത്തിൽ 5,15,000 രൂപ തട്ടിയെടുത്തതിന് കാക്കൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതിയുണ്ട്. അതിനുശേഷമാണ് നിരവധി പരാതികൾ ഇയാൾക്കെതിരായിട്ട് പോകുന്നത്. വയനാട്ടിലെ വളരെയധികം ആൾക്കാർക്ക് 100 കണക്കിന് ആൾക്കാർ അവർക്ക് അക്കൗണ്ട് ഫ്രീ ആയിട്ട് തുടങ്ങി. അത് ഇവർ വാടകയ്ക്ക് എടുത്തു. അക്കൗണ്ടിൻ്റെ കെയറപ്പിൽ തന്നെ ATM എടുക്കാം, അതും വാടകയ്ക്ക് കിട്ടും. അവരുടെ ചെക്ക് ബുക്ക് അങ്ങ് കൊടുക്കുക, ഒന്നും നമ്മൾ അറിയണ്ട, അക്കൗണ്ടിലെ പണം വന്ന് വെക്കൊണ്ടിരിക്കും. അതിൻ്റെ ഒരു വാടക ഇനത്തിൽ 2,000 രൂപ മുതൽ 5,000 രൂപ വരെ കൊടുത്തതായിട്ട് കാണുന്നത്. ഇങ്ങനെ ഈ തട്ടിപ്പ് സംഘത്തിൽ ഇയാളുടെ കൂടെ 10-20ഓളം ആൾക്കാരുണ്ട്. അവരെല്ലാം തട്ടിപ്പിൻ്റെ ഘടകങ്ങളാണ്. ജോലി വാഗ്ദാനം ചെയ്തും വിദേശത്ത് ജോലി കൊടുക്കാവുന്ന ഇവിടെ അങ്ങനെ പല രീതിയിലുള്ള തട്ടിപ്പാണ്. അങ്ങനെയുള്ള തട്ടിപ്പിൻ്റെ പുറമെ ഇവർ ചില ആപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട്. ടെലിഗ്രാം ആപ്പും ഇവർ ഉപയോഗിച്ചതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. വിവിധ കമ്പനികൾക്ക് ഓൺലൈൻ വഴി പ്രൊമോഷൻ കൊടുക്കുമ്പോൾ അത് നിങ്ങൾക്കൊരു ക്യാമറ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഇവർക്ക് അയച്ചു കൊടുത്തിട്ടാൽ അതിന് സ്വല്പം പൈസ കിട്ടും. അങ്ങനെ കുട്ടികളിൽ നിന്ന് കുറച്ചധികം പണം, 100 കണക്കിന് 1000 കുട്ടികൾ ക്യാമറ ആയിട്ട് നടക്കുന്നവർക്കുണ്ട്. അവർക്കൊരു ജോലി കൊടുക്കും. അതിൽ തുടക്കത്തിലെ ജോലിക്ക് ഇത്ര രൂപ. അങ്ങനെ 1000 കുട്ടികളാണ് ഇതിലേക്ക് ചേർന്നിരിക്കുന്നത്. അങ്ങനെയാണ് 114 കോടി രൂപ എത്തിയിരിക്കുന്നത്. അങ്ങനെ പണം കൂടിക്കഴിഞ്ഞ് പല അക്കൗണ്ടിൽ കൂടെ വന്ന പണമെല്ലാം ക്രിപ്റ്റോ കറൻസിയിലേക്ക് മാറ്റും. ക്രിപ്റ്റോ കറൻസി നമുക്കറിയാം, ഓരോ ബ്ലോക്ക് 10 ലക്ഷം രൂപയുടെ ഒരു ബ്ലോക്കാണ്. അത് ഇന്ത്യയിലെ ബാങ്കുകളൊന്നും അക്സെപ്റ്റ് ചെയ്തെങ്കിലും അത് വിദേശത്തെ ചില ബാങ്കുകൾ അതിൽ കൃത്യമായിട്ട് അക്സെപ്റ്റ് ചെയ്യും. ആ ക്രിപ്റ്റോ കറൻസിയിലേക്ക് പണമെല്ലാം പോകും. അങ്ങനെ ആ പണം അവസാനം കംബോഡിയയിലും ചൈനയിലുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കാണ് സേഫായിട്ട് പോയിരിക്കുന്നത് എന്നാണ് ഇപ്പം മനസ്സിലാകുന്നത്. ഇയാളെ ഇവിടെ വെച്ച് അറസ്റ്റ് ചെയ്തതോടുകൂടി ഇയാളെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്.
ഇനി ഇയാളെ പോലീസ് കസ്റ്റഡി എടുക്കണം. 20ഓളം പേര് ഇയാളുടെ കൂടെയുണ്ട്. അതിൽ 12 പേരോളം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇയാൾ 13ാമത്തെ ആളാണ്. ഇനി അതിനകത്ത് 7 പേരെയും കൂടെ അറസ്റ്റ് ചെയ്യാനുണ്ട്. പലരും വിദേശത്തേക്ക് കടന്നിരിക്കുന്നു. കാരണം ഈ തട്ടിപ്പിൻ്റെ സൗകര്യം വളരെ ലളിതമാണ്. നമുക്കൊന്നും അറിയണ്ട. കുട്ടികളൊന്നും ഇത് എന്താണെന്ന് മനസ്സിലാക്കാതെ മാസം 2000 രൂപ കിട്ടുന്നതിന് ഒരു ബാങ്ക് അക്കൗണ്ട് തൻ്റെ പേരിൽ തുടങ്ങുന്നതിന് എന്താ കുഴപ്പം? ആ കുട്ടിയുടെ ജന്മം പാഴായത് മാത്രമല്ല, ഇപ്പം നോർത്ത് ഇന്ത്യയിലെ പല ഇതുപോലെ സംഘങ്ങളിലെ വാടകയ്ക്കെടുത്തിട്ട് ഇവിടുത്തെ പല കുട്ടികളും ചെറുപ്പക്കാർ 10-21 വയസ്സിനകത്തുള്ള 16, 17, 18, 19, 20 വയസ്സുള്ള കുട്ടികൾ ആ ബീഹാറിലും രാജസ്ഥാനിലും അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലെ പല സ്റ്റേറ്റിൽ ഇതുപോലെ തട്ടിപ്പുണ്ടായി. ഇതുപോലെ വാടകയ്ക്ക് കൊടുത്ത് അവർ പ്രതികളായി. കാരണം ഇവിടെ അതിൻ്റെ ഏജൻറ്റുമാരുണ്ട്. ഈ കുട്ടികൾക്ക് ഒന്നും അറിഞ്ഞുകൂടാ. അവരെ അവിടെ പോയി അവരെ റിമാൻഡ്, അവിടുത്തെ പോലീസ് ഒന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി അവരെ റിമാൻഡ് ചെയ്തു. അവരെ മാതാപിതാക്കൾ ഇവിടുന്ന് ജാമ്യക്കാരായിട്ട് അവിടെ പോയി വളരെയധികം കഷ്ടപ്പെടുന്ന കാഴ്ച നമുക്ക് കാണാം. കുട്ടികൾക്ക് ഇതേപ്പറ്റി യാതൊരു വിവരവുമില്ല. ചിലപ്പം പൈസ കിട്ടാനായിട്ട് വേണ്ടിയിട്ട് ഒരാളുടെ പേരിൽ അക്കൗണ്ട് എഴുതി അങ്ങ് കൊടുക്കും. കാരണം വീട്ടുകാരറിയാതെ കുറേ നാൾ സൂഹിക്കാം. എന്തായാലും ഇപ്പോഴാണ് അതിൻ്റെ ദൂഷ്യവശങ്ങളെപ്പറ്റി അവർക്ക് മനസ്സിലാകുന്നത്. ധാരാളം കുട്ടികൾ ഇതുപോലെ ചെറുപ്പക്കാർ പ്രതിയായി. കാരണം പല തട്ടിപ്പ് സംഘത്തിലും ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലുള്ള തട്ടിപ്പ് സംഘങ്ങൾ ഇതുപോലെ വരുന്നുണ്ട്. അതിൽ ഏറ്റവും കേരളത്തിൽ കണ്ടിരിക്കുന്ന യൂട്യൂബറുടെ 114 കോടിയുടെ തട്ടിപ്പാണ് ഇതുവരെ കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള വഴിയിലൊന്നും ചാടരുത്. കാരണം അത് കുടുംബം നശിക്കും, നിങ്ങളും നശിക്കും. നിങ്ങളുടെ ഭാവി ഒന്നും കെട്ടിപ്പടുക്കാൻ കഴിയില്ല. നിരന്തരം കേസിന് നോർത്ത് ഇന്ത്യയിലെ ഓരോ പോലീസ് സ്റ്റേഷനിൽ പോകണം, അവിടുത്തെ കോടതിയിൽ പോകണം, അവിടുന്ന് ജാമ്യം എടുക്കണം, ചിലപ്പോൾ അവിടെ റിമാൻഡ് ചെയ്യും. ഇങ്ങനെയുള്ള ധാരാളം സംഭവം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും വിചാരമില്ലാതെ ചെറുപ്പക്കാർ ഇതിലേക്ക് പണം കിട്ടാൻ വേണ്ടി എടുത്തു ചാടുന്നത് കൊണ്ട് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ മ്യൂളായിട്ടുള്ള യാതൊരു ആക്ടിവിറ്റി ഇല്ലാതെ പലരും പേരിലുള്ള ബാങ്ക് അക്കൗണ്ടുകൾ അതെല്ലാം ക്യാൻസൽ ചെയ്ത് കളയുന്നതാണ് ഉചിതം. അതിൽ നിന്ന് പണം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. നിങ്ങൾ കേസിലെ പ്രതിയാവും. ജീവിതാവസാനം വരെ ആ കേസുമായിട്ട് നടക്കേണ്ടി വരും. കാരണം നിങ്ങളൊരു ക്രിമിനലായിട്ട് മാറും എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്ന കുട്ടികൾ. അതുകൊണ്ട് ജീവിതം നശിപ്പിക്കുന്ന വലിയ കൊടുങ്കാറ്റ് തന്നെയാണ് ഇത്. അതുകൊണ്ട് ഇതിലേക്ക് ചെന്ന് ചാടരുത് പണം മോഹിച്ചിട്ട്. എന്തായാലും ഇയാളെ അറസ്റ്റ് ചെയ്തതോടുകൂടി ഇനി അതിൻ്റെ സ്വത്തുക്കൾ മുഴുവൻ ക്രൈംബ്രാഞ്ച് മരവിപ്പിക്കും എന്നാണ് കരുതുന്നത്. കാരണം വിദേശത്ത് പോയ കടത്തിരിക്കുന്ന പണം തിരിച്ചു പിടിക്കാനൊരു വലിയ ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം അവിടെ അന്വേഷണം നടത്താനും അവിടുത്തെ പോലീസ് സഹകരിക്കാനും ഒക്കെ സാധ്യത വളരെ കുറവാണ്. കാരണം അവിടെയും ഇതുപോലെയുള്ള തട്ടിപ്പുകൾ ധാരാളം നടന്നിട്ടുള്ളതാണ്. പണം പോയവർക്കൊക്കെ പോയി കേസിലെ പ്രതിയായവർക്കൊക്കെ ആ കേസ് നടത്തി രക്ഷപ്പെടാനേ കഴിയുള്ളൂ. ഇനി മറ്റു മാർഗങ്ങളൊന്നുമില്ല. 114 കോടിയുടെ തട്ടിപ്പാണ് ഇപ്പം DYSP ബെന്നിയും സംഘവും അന്വേഷിക്കുന്നത്. ഏതായാലും ബെന്നിയും സംഘത്തിനെ അഭിനന്ദിക്കുന്നു. കാരണം ഇതിനകത്ത് ഈ വീണിരിക്കുന്ന കുട്ടികൾ, അവർക്ക് ഇനി ഫർദറായിട്ട് കുട്ടികൾ ഇതിനകത്ത് വീഴാതിരിക്കട്ടെ. യുവമാരുടെ സ്വത്തുക്കൾ ഇന്ത്യയിൽ എവിടെയുണ്ടെങ്കിലും ശരി അത് കണ്ടുകെട്ടണം എത്രയും പെട്ടെന്ന്. വിദേശത്തുള്ളത് തീർച്ചയായിട്ടും അത് വേൾഡ് പോലീസോ മറ്റുള്ള പോലീസുകളൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ അവിടുത്തെ എംബസി മുഖേന ഇടപെട്ടിട്ട് അത് മരവിപ്പിക്കണം അക്കൗണ്ട്. കാരണം ഇവർക്ക് ആ പണം ഉപയോഗിക്കാനുള്ള ഒരു അവസരം കൊടുക്കരുത് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്.